വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നെറ്റിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2017-18 വർഷങ്ങളിൽ വന്നിട്ടുള്ള, അതിനുശേഷം റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ഏരിയാസ്, ടോപ്പിക്സ് ആൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Now let's get straight into the video. ആദ്യം തന്നെ നമുക്ക് എന്താണ്, സാമുവൽ ജോൺസൺസ് ലൈവ്സ് ഓഫ് ഇംഗ്ലീഷ് പോയറ്റ്സ് കമ്പൈൻസ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. എന്താണ് ലൈവ്സ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്ന സാമുവൽ ജോൺസന്റെ വർക്കിൽ ഈ പറഞ്ഞിട്ടുള്ളതിൽ എന്തെല്ലാമാണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്താണ് ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തത്? അനലിറ്റിക്കൽ ക്രിറ്റിസിസം ആണോ, ലിറ്റററി ഹിസ്റ്ററി ആണോ, പേഴ്സണൽ ബയോഗ്രഫി ആണോ, സോക്രറ്റിക് ഡയലോഗ് ആണോ? ഇതിൽ എന്താണ്, ഇതിൽ ഏത് എലമെന്റ് ആണ് എന്തിലില്ലാത്തത്? ലൈവ്സ് ഓഫ് ദ ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന സാമുവൽ ജോൺസന്റെ വർക്കിൽ ഇല്ലാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും, എന്താണ് ഇംഗ്ലീഷ് പോയറ്റ്സ് ഇല്ലായിരിക്കും? നമുക്കറിയാം, സാമുവൽ ജോൺസൺ ഉണ്ടാക്കിയ എന്താണ് പോയറ്റ്സിനെ പറ്റിയുള്ള, ഇംഗ്ലീഷ് പോയറ്റ്സിനെ പറ്റിയുള്ള ഒരു റെക്കോർഡാണ് എന്ത്, ലൈവ്സ് ഓഫ് പോയറ്റ്സ്. അതിൽ നിരവധി എന്താണ് പ്രൊമിനന്റ് പോയറ്റ്സിനെ പറ്റിയും അവരുടെ വർക്ക്സിനെ പറ്റിയുള്ള കമന്ററി ഒക്കെ സാമുവൽ ജോൺസൺ നൽകിയിട്ടുണ്ട്. തോമസ് ഗ്രേ ഒക്കെ പറ്റിയുള്ള, ലൈഫ് ഓഫ് ഗ്രേ ഉൾപ്പെടെയുള്ള പല പോയറ്റ്സിനെ പറ്റിയുള്ള എന്താണ് ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു റെക്കോർഡായിട്ടാണ് എന്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്, ലൈഫ്സ് ഓഫ് പോയറ്റ്സ് പബ്ലിഷ് ചെയ്തത്. അതിൽ ആ വർക്കിൽ എന്തെല്ലാം എലമെന്റ് ആണ് ഇല്ലാത്തത്? അനലിറ്റിക്കൽ ക്രിറ്റിസിസം ആണോ, ലിറ്റററി ഹിസ്റ്ററി ആണോ, പേഴ്സണൽ ബയോഗ്രഫി ആണോ, സോക്രറ്റിക് ഡയലോഗ് ആണോ? ആൻസർ നോക്കാം. ആൻസർ ഇസ് സോക്രറ്റിക് ഡയലോഗ്. എന്തുകൊണ്ട് സോക്രറ്റിക് ഡയലോഗ്? കാരണം നമ്മൾ പറഞ്ഞു അനലിറ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ട് എന്തില്, ലൈവ്സ് ഓഫ് പോയറ്റ്സിൽ. കാരണം എന്താണ്, ക്രിട്ടിക്കൽ അസസ്മെന്റ്സ് ഓഫ് പോയറ്റ്സ് വർക്ക് അദ്ദേഹം എവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? ലൈവ്സ് ഓഫ് പോയറ്റ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ ഓതറിനെ പറ്റിയും ഓരോ പോയറ്റിനെ പറ്റിയും അവരുടെ വർക്ക്സിന്റെ ക്രിറ്റിസിസം കൃത്യമായിട്ട് എന്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ലൈവ്സ് ഓഫ് പോയറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് അതിൻ്റെ ഒരു എലമെന്റ് ആണ്? അനലിറ്റിക്കൽ ക്രിറ്റിസിസം അതിൻ്റെ ഒരു എലമെന്റ് ആണ്. ഇനി അടുത്തത് എന്താണ്? ഓപ്ഷൻ ബി, ലിറ്റററി ഹിസ്റ്ററി. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ലിറ്റററി ട്രഡീഷൻസിന്റെയും ലിറ്റററി മൂവ്മെന്റ്സിന്റെയും ഒക്കെ ഒരു ക്രോണോളജിക്കൽ റെക്കോർഡും കൂടെ ആയിട്ടാണ് എന്തിനെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ലൈവ്സ് ഓഫ് പോയറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ ഇൻസൈറ്റ്സ് ഓഫ് ഹിസ്റ്ററി ആൻഡ് പോയറ്റ്സ് ടൈം പീരിയഡ്സും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? ലൈവ്സ് ഓഫ് പോയറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഈ എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടി പോയറ്റ്സിന്റെ എന്താണ് വർക്ക്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്പ് ആയി എന്നുള്ളതിന്റെ ഒരു റെക്കോർഡായിരുന്നു എന്ത്, ലൈവ്സ് ഓഫ് പോയറ്റ്സ്. അതുകൊണ്ട് തന്നെ എന്താണ് ലിറ്റററി ഹിസ്റ്ററി എന്ന് പറയുന്നത് എ പ്രോമിനന്റ് എലമെന്റ് ഓഫ്, അല്ലെങ്കിൽ എന്താണ് ഫാബ്രിക് വിച്ച് ഈസ് യൂസ് ടു വീവ് ലൈവ്സ് ഓഫ് പോയറ്റ്സ് ബൈ സാമുവൽ ജോൺസൺ. അടുത്തത് പേഴ്സണൽ ബയോഗ്രഫി. നമുക്കറിയാം, ആസ് ദ ടൈറ്റിൽ സജസ്റ്റ്, ലൈഫ് ഓഫ് പോയറ്റ്സ്, പോയറ്റ്സിന്റെ ജീവിതം. അപ്പൊ അത് ഓബ്വിയസ്ലി എന്ത് കാണും? അതിനൊരു ബയോഗ്രഫിക്കൽ എലമെന്റ് കാണും. എന്താണ് പോയറ്റ്സിന്റെ ലൈഫ്, അവരുടെ കരിയർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ പേഴ്സണാലിറ്റി, ഇതിനെ എല്ലാത്തിനെയും എന്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്? ലൈവ്സ് ഓഫ് പോയറ്റ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ പോയറ്റ്സ് എന്ന ലൈഫ് ഓഫ് പോയറ്റ്സിന് എന്തെല്ലാം നേച്ചർ ഉണ്ട്? അനലിറ്റിക്കൽ ക്രിറ്റിസിസം നേച്ചർ ഉണ്ട്, ലിറ്റററി ഹിസ്റ്ററി ഇൻക്ലൂഡഡ് ആണ്, ആൻഡ് പേഴ്സണൽ ബയോഗ്രഫി ഓഫ് പോയറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇല്ലാത്തത് എന്ത് മാത്രമേ ഉള്ളൂ? സോക്രറ്റിക് ഡയലോഗ് മാത്രമേ ഉള്ളൂ. എന്താണ് സോക്രറ്റിക് ഡയലോഗ്? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഓർ ഡിസ്കസിങ് ഐഡിയാസ് ത്രൂ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എക്സ്ചേഞ്ചസ് ടിപ്പിക്കലി ഇൻവോൾവിങ് എ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്. അതാണ് എന്ത്, സോക്രറ്റിക് ഡയലോഗ്. എന്തായിരിക്കണം? അവിടെ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും, മോസ്റ്റ് ലൈക്ലി ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും കാണണം. അവിടെ എന്ത് വേണം? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എക്സ്ചേഞ്ചുകൾ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യണം. അതിലൂടെ പഠിപ്പിക്കുകയോ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോക്രറ്റിക് ഡയലോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മെത്തേഡിലല്ല ഒരു ടെക്സ്റ്റ് ആയിട്ടുള്ള എന്താ ലൈഫ് ഓഫ് പോയറ്റ്സ് ആരെഴുതിയിരിക്കുന്നത്? സാമുവൽ ജോൺസൺ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോക്രറ്റിക് ഡയലോഗ് ഇറ്റ്സ് നോട്ട് എ മെത്തേഡ് എംപ്ലോയിഡ് ഇൻ ലൈവ്സ് ഓഫ് പോയറ്റ്സ്. ഓക്കെ. Now, next question. Which two works of J.M. Coetzee won Booker Prize on two occasions? ഒക്കേഷനുകളിൽ
എന്താണ് ജെഎം കുട്സിയുടെ ഏതൊക്കെ വർക്കുകളാണ് ദ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ളത്? എന്ത്? ഒന്ന്, ഇൻ ദ ഹാർട്ട് ഓഫ് ദ കൺട്രി. 2, ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെ. 3, ഡിസ്ഗ്രേസ്. ആൻഡ് 4, വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ്. ഇതിൽ ഏതൊക്കെ 2 വർക്കുകളാണ് 2 ഒക്കേഷനുകളിലായിട്ട് എന്ത് നേടിയിട്ടുള്ളത്? ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? 2 and 3, ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെ, ഡിസ്ഗ്രേസ്. ഓപ്ഷൻ ബി 2 and 4, ലൈഫ് ആൻഡ് ടൈംസ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ്. ആൻഡ് ഓപ്ഷൻ സി 3 and 4, ഡിസ്ഗ്രേസ് ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ്. ആൻഡ് ഓപ്ഷൻ ഡി 1 and 3, ഇൻ ദ ഹാർട്ട് ഓഫ് ദ കൺട്രി ആൻഡ് വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ്. ഇതിൽ ഏത് 2 വർക്കുകൾക്കാണ് ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 2 and 3. അതായത് ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെയ്ക്കും ഡിസ്ഗ്രേസിനുമാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? ബുക്കർ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇത് ആരുടെ വർക്കാണ്? ജെഎം കുട്സിയുടെ വർക്കാണ്. അപ്പോൾ ഏത് 2 വർക്കുകളാണ്? ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെ ആൻഡ് ഡിസ്ഗ്രേസ്. എന്നാണ് 1983 എന്ത് എഴുതപ്പെടുന്നത്? ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെ എന്ത് ചെയ്തിരിക്കുന്നത്? എഴുതപ്പെട്ടുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിലെന്താണ് പറയുന്നത്? ഇറ്റ്സ് സ്റ്റോറി ഓഫ് എ പേഴ്സൺ ഹു ട്രൈസ് ടു എസ്കേപ്പ് ഫ്രം എ വാർ ടോൺ കൺട്രി ആൻഡ് ട്രൈയിങ് ടു ഫൈൻഡ് പീസ് ആൻഡ് സോളിറ്റ്യൂഡ്. അതാണ് എന്തിന്റെ ഉള്ളടക്കം? ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെയുടെ ഉള്ളടക്കം. എന്താണ്? ഫ്രീഡം, സർവൈവൽ എന്നിങ്ങനെയുള്ള തീമുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെ. ഡിസ്ഗ്രേസ് 1999 റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള വർക്കാണ് ആരുടെ? ജെഎം കുട്സിയുടെ. അതെന്താണ്? ഒരു പോസ്റ്റ് അപ്പാർത്തൈഡ് സൗത്ത് ആഫ്രിക്കയിലാണ് എന്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഡിസ്ഗ്രേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് ലൂറി എന്ന പേരുള്ള ഒരു പ്രൊഫസറിന്റെ എന്താണ്? കഥയാണ് എന്ത്? ഡിസ്ഗ്രേസ്. എന്താണ് ഇതില് തീംസ് ആയിട്ട്? പവർ, റിഡംഷൻ, അതായത് പവർ സ്ട്രക്ചേഴ്സ്. നമുക്കറിയാം എന്താണ് ഒരു അപ്പാർത്തൈഡ് സൗത്ത് ആഫ്രിക്കയുടെ എന്താണ് സെറ്റിങ്ങിലാണ് നമ്മുടെ വർക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹെജ്മണിയും പവർ സ്ട്രക്ചേഴ്സും സൊസൈറ്റിയൽ ചേഞ്ചസും എല്ലാം തന്നെ എന്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്? ഡിസ്ഗ്രേസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 1999 പുറത്തു വന്നിട്ടുള്ള ഡിസ്ഗ്രേസും 1983 പുറത്തു വന്നിട്ടുള്ള ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെയുമാണ് ജെഎം കുട്സിയുടെ ബുക്കർ പ്രൈസ് ലഭിച്ച 2 വർക്കുകൾ. 1977 വന്ന ഇൻ ദ ഹാർട്ട് ഓഫ് ദ കൺട്രിയും 1980 വന്ന വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസും രണ്ടും എന്താണ്? വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ളതും ഫേമസ് ആയിട്ടുള്ളതും ഉള്ള വർക്കുകളാണെങ്കിൽ പോലും അവയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല? ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടില്ല. അതിൽ വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ് എന്തായിരുന്നു? ബുക്കർ പ്രൈസിന് വേണ്ടിയിട്ട് ഷോർട്ട് ലിസ്റ്റഡ് ആയിരുന്നു, എങ്കിലും ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് ഡിസ്ഗ്രേസിനും എന്താണ്? ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് മൈക്കൽ കെയ്ക്കുമാണ്. ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് വെയിറ്റിംഗ് ഫോർ ദി ബാർബേറിയൻസ് ആണ്. ഓക്കെ, നൗ മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു അമംഗ്സ് ദ ഫോളോയിങ് ഡിസ്മിസ്ഡ് യുളിസിസ് ആസ് എ മിസ്ഫയർ? നമുക്കറിയാം ഇഷ്ടം പോലെ യുളിസിസ് ഉണ്ട്. ഇതിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ടൈം പീരീഡ് എടുത്ത് നോക്കുമ്പോൾ എന്താണ്? വിർജീനിയ വുൾഫ്, വിൻഡം ലൂയിസ്, ഇ.എം. ഫോസ്റ്റർ ആൻഡ് ഡി.എച്ച്. ലോറൻസ് ഇവരെല്ലാവരും ഏത് ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്? മോഡേൺസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ആ കാലഘട്ടത്തില് യുളിസിസ് എഴുതിയിരിക്കുന്നത് ആരാണ്? ജെയിംസ് ജോയ്സ് ആണ് യുളിസിസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ യുളിസിസ് ആരെ പറ്റിയുള്ളതാണ്? ആരെഴുതിയിട്ടുള്ള യുളിസിസ് ആണ്? ജെയിംസ് ജോയ്സിന്റെ യുളിസിസ് ആണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന യുളിസിസ്. ജെയിംസ് ജോയ്സിന്റെ യുളിസിസിനെ എന്താണ്? മിസ്ഫയർ എന്ന് റിഗാർഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? വിർജീനിയ വുൾഫ് ആണോ? വിൻഡം ലൂയിസ് ആണോ? ഇ.എം. ഫോസ്റ്റർ ആണോ? ഡി.എച്ച്. ലോറൻസ് ആണോ? എന്താണ് ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ എ, വിർജീനിയ വുൾഫ്. എന്താണ്? വിർജീനിയ വുൾഫ് ജെയിംസ് ജോയ്സിന്റെ കണ്ടംപററി ആയിരുന്നു. ഷി വാസ് എ മോഡേൺ റൈറ്റർ ആൻഡ് വേർ ഹാസ് ഷി ഡിസ്ക്രൈബ്ഡ് എന്താണ് യുളിസിസ് ആസ് എ മിസ്ഫയർ? ഇറ്റ് ഈസ് ഇൻ ഹർ ഡയറീസ് ആൻഡ് ലെറ്റേഴ്സ്. എന്ത് ചെയ്തിരിക്കുന്നത്? വിർജീനിയ വുൾഫ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ജെയിംസ് ജോയ്സിന്റെ യുളിസിസിനെ ഒരു മിസ്ഫയർ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്താണ്? കോംപ്ലക്സിറ്റിയെയും ഒബ്സീനിറ്റിയെയും എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ വിർജീനിയ വുൾഫ് എന്ത് ചെയ്തിരിക്കുകയാണ്? ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുകയാണ്. അതിലുള്ള ഫ്രസ്ട്രേഷൻ അവർ എന്തിലൂടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്? ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവർ എന്താണ്
എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്, കണ്ടംപററി ആണ് വിർജീനിയ വുൾഫ്. അതേ ഏജിലുള്ള ആളാണ് വിർജീനിയ വുൾഫ്, അതേ ലിറ്ററി മൂവ്മെന്റിലുള്ള ആളാണ് വിർജീനിയ വുൾഫ്. മോഡേണിസ്റ്റ് ആയിട്ടുള്ള വിർജീനിയ വുൾഫ്, മോഡേണിസ്റ്റ് ആയിട്ടുള്ള ജെയിംസ് ജോയ്സും ഇവർ തമ്മിലുള്ള ഇവരുടെ ഒരേ കാലഘട്ടത്തിലെ വർക്കുകൾക്ക് തമ്മിൽ പോലും ഇവർ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്താണ് കാഴ്ചപ്പാടുകളും അനാലിസിസുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു റെക്കോർഡ് കൂടിയാണ് എന്ത് വിർജീനിയ വുൾഫിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്. എന്ത് യുളിസിസ്, ജെയിംസ് ജോയ്സിന്റെ യുളിസിസ് ഒരു മിസ്ഫയർ ആയിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഓപ്ഷനുകൾ നമ്മൾ നോക്കുമ്പോൾ വിൻഡം ലൂയിസ്, E.M. ഫോസ്റ്റർ, D.H. ലോറൻസ് ഇവരെല്ലാവരും എന്താണ് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്തിനെ, യുളിസിസിനെ. വിൻഡം ലൂയിസ് എന്താണ് ചെയ്തിരിക്കുന്നത്, ഹി വാസ് എ ക്രിട്ടിക് ഓഫ് മോഡേണിസം ആൻഡ് ഹി ഹാസ് എക്സ്പ്രസ്ഡ് ഇറ്റ് ഇൻ ദി എയ്പ്സ് ഓഫ് ഗോഡ്. അങ്ങനെ എന്താണ് മോഡേണിസത്തിനെ ക്രിട്ടിക്ക് ചെയ്തിട്ടുള്ള വിൻഡം ലൂയിസ് പോലും എന്ത് ചെയ്തിട്ടില്ല, ജെയിംസ് ജോയ്സിനെ പറ്റി മിസ്ഫയർ, അദ്ദേഹത്തിന് യുളിസിസിനെ മിസ്ഫയർ എന്ന് വിളിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലായില്ലേ, ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിൻഡം ലൂയിസും ഈ വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം എന്തായിരുന്നു, മോഡേണിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലായിരുന്നു, പക്ഷെ ഹി വാസ് എ ക്രിട്ടിക് ഓഫ് മോഡേണിസം. അടുത്തത് E.M. ഫോസ്റ്റർ എന്തായിരുന്നു, ഹി വാസ് നോട്ട് മച്ച് ഓഫ് എ critical aspect, he didn't have much of a critical outlook towards James Joyce as Virginia Woolf had എന്താണ്. ബട്ട് E.M. ഫോസ്റ്റർ എന്താണ് പറഞ്ഞത്, he was a follower of, അല്ലെങ്കിൽ he found influence in the works of James Joyce. അടുത്ത D.H. ലോറൻസ് എന്താണ്, D.H. ലോറൻസ് വൈറ്റാലിറ്റിയെയും പറ്റിയൊക്കെ എന്താണ്, വൈറ്റാലിറ്റി കുറവുള്ള വർക്കാണ് യുളിസിസ് അല്ലെങ്കിൽ ജെയിംസ് ജോയ്സിന്റെ വർക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മിസ്ഫയർ എന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്, വിർജീനിയ വുൾഫാണ്. ഇതിൽ കണ്ടോ, D.H. ലോറൻസ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദ ലോവർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി. എന്താണ്, ഹിസ് വ്യൂ ഓൺ യുളിസിസ് വാസ് മോർ ആംബിവാലന്റ്, അക്നോളജിങ് ഇറ്റ്സ് പവർ ബട്ട് ഓൾസോ ഫീലിംഗ് ഇറ്റ് വാസ് ടു ഫോക്കസ്ഡ് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി. മനുഷ്യന്റെ ഫിസിക്കാലിറ്റിയെ പറ്റിയും എന്താണ്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡ്. നമുക്കറിയാം മോഡേണിസ്റ്റ് റൈറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ മോഡേണിസ്റ്റ് ടൈംസിൽ എന്താണ് പ്രൊജക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെത്തേഡ് ആയിരുന്നു എന്ത്, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ജെയിംസ് ജോയ്സ് എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, യുളിസിസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ള ക്യാരക്ടേഴ്സിന്റെ ഡേ ടു ഡേ ലൈഫിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ബവൽ മൂവ്മെന്റ്സ് തൊട്ട് അവരുടെ എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് മെത്തേഡിലൂടെ അവരുടെ ലൈഫിന്റെ റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു വർക്കായിരുന്നു എന്ത്, യുളിസിസ്. അതുകൊണ്ട് തന്നെ അത്രയും ഒബ്സീനിറ്റി, അതൊക്കെ ഒബ്സീനിറ്റി ആണ്, അതൊന്നും എന്താണ് എസ്തെറ്റിക് വാല്യൂ കുറഞ്ഞ ഒരു സംഭവമാണ്. അതെല്ലാം എന്ത് ചെയ്യുകയാണ്, too much focus, it's providing too much focus into the lower part of the human body എന്ന് പറഞ്ഞതുകൊണ്ട് D.H. ലോറൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്, ഫിസിക്കാലിറ്റിയെ പറ്റിയും മനുഷ്യന്റെ പ്രാഥമിക എന്താണ് ആവശ്യങ്ങളെ പറ്റിയുമുള്ള എക്സ്ട്രാവാഗന്റ് ആയിട്ടുള്ള ഡിസ്കഷൻസിനെയാണ് D.H. ലോറൻസ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ കമന്റ് ചെയ്തിരിക്കുന്നത്. Now going to the next question. Which of the following works Daniel Defoe offered his readers as a collection of strange surprising adventures? ഇതിൽ ഏത് വർക്കിനെയാണ് ഡാനിയൽ ഡീഫോ സ്ട്രേഞ്ച് സർപ്രൈസിങ് അഡ്വഞ്ചേഴ്സ് എന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്തിനാണ്, മോൾ ഫ്ലാൻഡേഴ്സിനെയാണോ, റോബിൻസൺ ക്രൂസോയെയാണോ, റൊക്സാനെയാണോ, അതോ ക്യാപ്റ്റൻ സിംഗിൾട്ടണിനെയാണോ? ഇതിൽ ഏത് വർക്കിനെയാണ് ഡാനിയൽ ഡീഫോ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്, സ്ട്രേഞ്ച് സർപ്രൈസിങ് അഡ്വഞ്ചേഴ്സ് എന്ന്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സ്ട്രേഞ്ച് സർപ്രൈസിങ് അഡ്വഞ്ചേഴ്സ് എന്ന് വിളിച്ചിരിക്കുന്നത്? എന്തിനാണ്? ഓപ്ഷൻ ബി, റോബിൻസൺ ക്രൂസോയാണ്. നമുക്കറിയാം റോബിൻസൺ ക്രൂസോ വളരെ എന്താണ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്, നോവലിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള, ഇന്ന് നമ്മളുടെ എന്താണ് ഐലൻഡ് ലിറ്ററേച്ചർ പോലെയുള്ള എന്താണ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡിക്ക് ഒരു മിത്ത് നേച്ചറിൽ നിലനിൽക്കുന്ന ടെക്സ്റ്റ് ആണ് റോബിൻസൺ ക്രൂസോ. കൊളോണിയൽ സ്റ്റഡീസ് എന്താണ് കൊളോണിയൽ റീഡിങ്ങും പോസ്റ്റ് കൊളോണിയൽ അനാലിസിസും ഏറെ എന്താണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ, ഫ്രൈഡേ തമ്മിലുള്ള ഡൈക്കോട്ടമി, അവർ തമ്മിലുള്ള ഡയലോഗ്, അവർ തമ്മിലുള്ള കോളനൈസ്ഡ് ഡയലോഗിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കോൺസ്റ്റന്റ്ലി ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ പേരിൽ ഒരുപാട് വർക്കുകൾ മുമ്പോട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള
റോബിൻസൺ ക്രൂസോ 1719 റിലീസ് ചെയ്തിരിക്കുന്ന റോബിൻസൺ ക്രൂസോയെ എന്താണ് ഡാനിയൽ ഡിഫോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? കളക്ഷൻ ഓഫ് സ്ട്രെയിൻ സർപ്രൈസിങ് അഡ്വഞ്ചേഴ്സ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡാനിയൽ ഡിഫോ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൂക്കോൾട്ട് ബിലീവ്സ് ദാറ്റ് ദ ഫാക്ട്സ് ഓഫ് ഹിസ്റ്ററി വിൽ പ്രൊട്ടക്ട് us ഫ്രം എന്നാണ് ഫൂക്കോൾട്ട്, മൈക്കൽ ഫൂക്കോൾട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന 4 എണ്ണത്തിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യും? ഹിസ്റ്ററിയെ പറ്റിയുള്ള അറിവ്, നമ്മളുടെ ഫാക്ട്സ് വി നോ അബൌട്ട് അവർ ഓൺ ഹിസ്റ്ററി വിൽ സേവ് us ഫ്രം വൺ ഓഫ് ദിസ് 4 തിങ്സ്. ഈ പറയപ്പെടുന്ന 4 കാര്യങ്ങളിൽ നിന്ന് നമുക്കുള്ള ചരിത്രബോധം നമ്മളെ രക്ഷിക്കുമെന്നാണ് മൈക്കൽ ഫൂക്കോൾട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് മൈക്കൽ ഫൂക്കോൾട്ട് പറഞ്ഞിരിക്കുന്നത്? റിപ്പീറ്റിംഗ് മിസ്റ്റേക്സ് ആണോ? ടൊട്ടാലിറ്റേറിയനിസം ആണോ? ഡീകൺസ്ട്രക്ഷനിസം ആണോ? ഹിസ്റ്റോറിസിസം ആണോ? ഇതിൽ ഏതിൽ നിന്നാണ് നമ്മുടെ ചരിത്രബോധം നമ്മളെ രക്ഷിക്കുമെന്ന് മൈക്കൽ ഫൂക്കോൾട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെ നിന്നായിരിക്കും? ആൻസർ നോക്കാം. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ടോട്ടാലിറ്റേറിയനിസം. എന്താണ്? സർവാധിപത്യം. സർവാധിപത്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള വഴിയാണ് എന്ത്? നമ്മുടെ ചരിത്രബോധം, ദ ഫാക്ട്സ് ദാറ്റ് വി നോ അബൌട്ട് അവർ ഓൺ ഹിസ്റ്ററി എന്നാണ് മൈക്കൽ ഫൂക്കോൾട്ട് പറഞ്ഞിരിക്കുന്നത്. മൈക്കൽ ഫൂക്കോൾട്ട് ആരാണ്? മൈക്കൽ ഫൂക്കോൾട്ട് വാസ് എ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് ഹിസ്റ്റോറിയൻ, and he had a complex view of history and its relation to power and knowledge. എന്നാണ് ഫൂക്കോൾട്ട് ഹിസ്റ്ററിയെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ആസ് എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഓർ എ ടൂൾ ഇൻ ഡിഫൈനിങ് പവർ ആൻഡ് നോളജ് ആയിട്ടാണ് എന്തിനെ കണ്ടുകൊണ്ടിരുന്നത്? ഹിസ്റ്ററിയെ കണ്ടുകൊണ്ടിരുന്നത്. ആര് കണ്ടുകൊണ്ടിരുന്നത്? മൈക്കൽ ഫൂക്കോൾട്ട് കണ്ടുകൊണ്ടിരുന്നത്. ആരായിരുന്നു മൈക്കൽ ഫൂക്കോൾട്ട്? എ ഫ്രഞ്ച് ഫിലോസഫർ ആൻഡ് ഹിസ്റ്റോറിയൻ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഹിസ് വർക്ക് ഓഫൻ ഫോക്കസ്ഡ് ഓൺ ഹൗ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് ആൻഡ് ഡിസ്കോഴ്സസ് ഷേപ്പ് ആൻഡ് ആർ ഷേപ്ഡ് ബൈ പവർ സ്ട്രക്ചേഴ്സ്. എങ്ങനെയാണ് ഹിസ്റ്റോറിക്കൽ ഡിസ്കോഴ്സസ് ഹിസ്റ്ററിയെ ഷേപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹിസ്റ്ററി എങ്ങനെയാണ് പവർ സ്ട്രക്ചേഴ്സിനെയും എന്താണ് നറേറ്റീവ് ഡിസ്കോഴ്സുകളെയും ഷേപ്പ് ചെയ്യുന്നതും എന്നുള്ള പറ്റിയുള്ള ഒരു ഇന്റർ കണക്റ്റഡ്, അതായത് എന്താണ് വൺ കോസിങ് അനദർ ആൻഡ് അനദർ ബുട്ട്സ്ട്രാപ്പ് പാരഡോക്സ് പോലെ തന്നെ ഒന്ന് മറ്റൊന്നിനെയും മറ്റൊന്ന് ഒന്നിനെയും ബാധിക്കുന്ന ഒരു റിലേഷനിലാണ് എന്തിനെ അവർ വെച്ചിരിക്കുന്നത്? പവർ സ്ട്രക്ചേഴ്സിനെയും ഹിസ്റ്ററിയെയും മൈക്കൽ ഫൂക്കോൾട്ട് അനലൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നോളജാണ് നമ്മളെ എന്തിൽ നിന്നും സഹായിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ എന്തിൽ നിന്നും രക്ഷിക്കുന്നതെന്നാണ് നമ്മുടെ ഫൂക്കോൾട്ട് പറഞ്ഞിട്ടുള്ളത്. ടോട്ടാലിറ്റേറിയനിസിൽ നിന്നും നമ്മളെ രക്ഷിക്കുമെന്ന് ഫൂക്കോൾട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫൂക്കോൾട്ട് വാസ് concerned with the ways in which knowledge and historical narratives could be manipulated to serve authoritarian and totalitarian ends. എന്താണ് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ്, ചരിത്രത്തിനെ വളച്ചൊടിച്ചുകൊണ്ടുള്ള നറേറ്റീവ്സ് ആരുപയോഗിക്കും? ടൊട്ടാലിറ്റേറിയൻ എംപറേഴ്സ് അല്ലെങ്കിൽ ഡിക്റ്റേറ്റേഴ്സ് അവരുടെ ഹെജിമണിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഡിക്റ്റേറ്റർഷിപ്പ് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. And he believed that an understanding of the history of power and knowledge could help us to resist such totalitarian tendencies. അങ്ങനെയുള്ള ടോട്ടാലിറ്റേറിയൻ ടെൻഡൻസീസിനെ എതിർക്കുവാനുള്ള നമ്മുടെ ശക്തി കേന്ദ്രങ്ങളായിട്ട്, നമ്മുടെ ടൂളുകളായിട്ട് നമുക്ക് എന്തിനെ ഉപയോഗിക്കാൻ സാധിക്കും? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ്റ്ററിയെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് മൈക്കൽ ഫൂക്കോൾട്ട് പറഞ്ഞിരിക്കുന്നത്. എക്സ്പോസിങ് ഹൗ പവർ ഓപ്പറേറ്റ്സ് ത്രൂ ഹിസ്റ്റോറിക്കൽ ഡിസ്കോഴ്സസ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്. ഇൻ ദ സെൻസ് ഫൂക്കോൾട്ട് സോ എ ക്രിട്ടിക്കൽ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ആസ് എ മീൻസ് ഓഫ് പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് ആൻഡ് അബ്യൂസസ് ഓഫ് പവർ ഇൻക്ലൂഡിംഗ് ദോസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടോട്ടാലിറ്റേറിയൻ റെജീംസ്. എന്താണ് ക്രിട്ടിക്കൽ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ്സിനെ എന്തായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത്? ആസ് എ മീൻസ് ഓഫ് പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് ദ ടെൻഡൻസീസ് ഓഫ് ടോട്ടാലിറ്റേറിയൻ റെജീംസ് എന്നാണ് മൈക്കൽ ഫൂക്കോൾട്ട് പറഞ്ഞിരിക്കുന്നത്. Now moving on to the next question. Which Byron poem begins in the following manner? ലോർഡ് ബൈറന്റെ ഏത് പോയമാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? I want a hero, an uncommon want, when every year and month sends forth a new one എന്ന് തുടങ്ങുന്ന ഈ ലൈനുകൾ കൊണ്ട് ആരംഭിക്കുന്നത് ലോർഡ് ബൈറന്റെ ഏത് പോയമാണ് എന്നാണ് നമ്മുടെ പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബെപ്പോ, ഓപ്ഷൻ സി ചൈൽഡ് ഹാരൾഡ് പിൽഗ്രിമേജ്, ഓപ്ഷൻ സി ഡോൺ ഹുവാൻ ആൻഡ് ഓപ്ഷൻ ഡി ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ്. ഇതിൽ ഏത് പോയമാണ്? ഐ വാണ്ട് എ ഹീറോ ആൻഡ് അൺകോമൺ വൺ വെൻ എവറി ഇയർ ആൻഡ് മന്ത് സെൻസ് ഫോം എ
സെൻസ് ഫോർത്ത് ന്യൂ വൺ എന്ന ലൈൻസ് കൊണ്ട് ആരംഭിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഡോൺ ഹുവാൻ ആണ്. എന്താണ്? ദിസ് ലൈൻസ് set the tone for the poem, which is a satirical and epic narrative that reimagines the legendary figure of ഡോൺ ഹുവാൻ. ഡോൺ ഹുവാൻ എന്ന് പറയുന്ന ലെജൻഡറി ഫിഗറിനെ സറ്റേറിക്കൽ ആയിട്ട് റീഇമാജിൻ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പോയത്തിന്റെ തുടക്കം എങ്ങനെയാണ്? ഐ വാണ്ട് എ ഹീറോ ആൻഡ് അൺകോമൺ വൺ വെൻ എവറി ഇയർ ആൻഡ് മന്ത് സെൻസ് ഫോർത്ത് ന്യൂ വൺ. എന്താണ് ഈ പോയം എന്താണ് ചെയ്യുന്നത്? കോൺട്രാസ്റ്റ് ട്രഡീഷണൽ ഹീറോയിക് ഫിഗേഴ്സ് വിത്ത് എ മോർ ഐറോണിക് ആൻഡ് പ്ലേഫുൾ അപ്രോച്ച്. ഹീറോസ് എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്റ്റിനെ ഡീകൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഒരു സറ്റേറിക്കൽ അപ്രോച്ച് ആണ് ലോർഡ് ബൈറൺ ഇതിൽ നൽകിയിരിക്കുന്നത്. അങ്ങനെ നമ്മളപ്പോ ഇന്നത്തെ വീഡിയോ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്കറിയാം ഡിസംബറിലെ നെറ്റ് എക്സാം നമുക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. കേവലം 120 അടുത്ത് ദിവസങ്ങൾ മാത്രമേ നമുക്ക് എന്തിനുള്ളൂ? ഡിസംബർ എക്സാമിലേക്കുള്ളൂ. നമുക്കറിയാം പ്രൊഫഷണൽ അനലിറ്റിക്സ് അനുസരിച്ച് ഡിസംബർ എക്സാംസ് ഈ കഴിഞ്ഞ എക്സാംസിനെക്കാളും എല്ലാം എളുപ്പമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മൾ ആർജവത്തോടെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് UGC നെറ്റിനൊപ്പം തന്നെ JRFും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിനായി കോമ്പറ്റിറ്റീവ് ക്രാക്കർ സ്പെഷ്യൽ 120 ഡേ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിവിടെ സ്പെഷ്യലൈസ്ഡ് സ്റ്റഡി നോട്ട്സ്, എന്താണ് സിലബസ് ബേസ്ഡ് ക്ലാസ്, ടെക്നിക്കൽ സപ്പോർട്ട്, മോക്ക് എക്സാംസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പേപ്പർ 1 and 2 കോംപ്രിഹെൻസീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? JRFിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ബാച്ച് 120 ഡേയ്സിന്റെ ബാച്ച് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിട്ടുണ്ട്. മേളിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. JRF എന്ന നിങ്ങളുടെ സ്വപ്നം കോമ്പറ്റിറ്റീവ് ക്രാക്കറിനോടൊപ്പം ഉറപ്പുവരുത്തുക. ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.